അടുത്ത ടോപ്പിക്ക് പമ്പിംഗ് ലെമ്മ ഫോർ CFL കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസിൻ്റെ പമ്പിംഗ് ലെമ്മയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് റെഗുലർ ലാംഗ്വേജസിൻ്റെ പമ്പിംഗ് ലെമ്മയെക്കുറിച്ച് പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഗിവൺ ലാംഗ്വേജ് റെഗുലർ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ അന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൻ്റെ പമ്പിംഗ് ലെമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പിംഗ് ലെമ്മ എന്ന് പറയുന്ന ടൂള് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ CFLൻ്റെ പമ്പിംഗ് ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് പറയുന്നത്: ലെറ്റ് എൽ ബി എനി CFL. എൽ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ദെൻ ദർ എക്സിസ്റ്റ് എ കോൺസ്റ്റൻറ്റ് എൻ. എൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഈ ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടായിരിക്കും. സച്ച് ദാറ്റ് ഇഫ് ഇസഡ് ഈസ് ഇൻ എൽ, ഈ ലാംഗ്വേജിനകത്തുള്ള ഒരു സ്ട്രിങ് ആണ് നമ്മൾ ഇസഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ഇസഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കും ആണെങ്കിൽ. ഓക്കെ, സോ അപ്പം എൻ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് എല്ലിനെ, നമ്മുടെ ഈ ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് എൻ എന്ന് പറയുന്നത്. ദെൻ അങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടായിരിക്കും. ആ കോൺസ്റ്റൻറ്റിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്മൾ ഒരു സ്ട്രിങ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇസഡ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെയാണ് എങ്കിൽ ഇസഡിൻ്റെ ലെങ്ത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എൻ. ഈ എൻ എന്ന് പറയുന്നത് ആ ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെങ്കിൽ നമുക്ക് ഈ ഇസഡിനെ UVWXY ഇങ്ങനെ 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇസഡിനെ ഇങ്ങനെ 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് വിയുടെയും എക്സിൻ്റെയും ലെങ്ത് ചേരുമ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആയിരിക്കണം. അതുപോലെ VWX 3 ഭാഗം ചേരുമ്പോഴത്തേന് ലെസ് ദാൻ ഈക്വൽ ടു എന്നും ആയിരിക്കണം. അങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിക്കും എക്സിനും എത്ര തവണ റിപ്പീറ്റ് കൊടുത്താലും വി എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് 2 സബ്സ്ട്രിങ് ആണ്. ആ 2 സബ്സ്ട്രിങ് നമ്മൾ സെയിം നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ സെയിം നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്ന സ്ട്രിങ് നമ്മുടെ ഈ ലാംഗ്വേജിൻ്റെ പാർട്ട് തന്നെ ആയിരിക്കണം, എലമെൻറ്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, അതൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറാണ് അല്ലെങ്കിൽ ലാംഗ്വേജ് ആണ് എന്ന് പറയാം. അതേസമയം നമ്മളിങ്ങനെ പവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിക്കും എക്സിനും റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ പവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ സ്ട്രിങ് ഈ ലാംഗ്വേജിൻ്റെ എലമെൻ്റ് അല്ല എങ്കിൽ ഈ പമ്പിംഗ് ലെമ്മ വെച്ച് നമുക്ക് ഇതൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ല എന്ന് പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. സോ അപ്പം എൽ എന്ന് പറയുന്നത് ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെങ്കിൽ ആ എല്ലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ് എൻ ഉണ്ടായിരിക്കും. ആ എന്നിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രിങ് നമ്മൾ ഇസഡ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനെ 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, UVWXY. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കണ്ടീഷൻസ് ഹോൾഡ് ചെയ്തിരിക്കണം. അതായത് വിയുടെ എക്സിൻ്റെയും കൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആയിരിക്കണം. VWX മൊത്തത്തിലുള്ള ലെങ്ത് ലെസ് ദാൻ ഈക്വൽ ടു N ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ വിക്കും എക്സിനും പവർ അപ്ലൈ ചെയ്യുന്നു, UV⁻I_W⁻X⁻I_Y ഇന്ന് നമ്മൾ ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 നമ്മൾ പവർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ 2 സബ്സ്ട്രിങ്ങിൽ നമ്മൾ സെയിം പവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, റെപ്പറ്റീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സ്ട്രിങ്ങും നമുക്ക് ഈ ലാംഗ്വേജിൻ്റെ എലമെൻറ്റ് തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇതൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യുന്നത് പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്തിട്ട്. സോ ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്ത് നോക്കാം. Prove that the language L equal to A⁻n, B⁻n, C⁻n such that n greater than or equal to 0 is not CFL. അപ്പോൾ നമ്മളിത് പമ്പിംഗ് ലെമ്മ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്ത് ഈ ലാംഗ്വേജിനകത്തുള്ള സ്ട്രിങ്സ് ഏതൊക്കെയാണ് വരിക എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എയും ബി, അതായത് A⁻n, B⁻n, C⁻n. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്ട്രിങ് എപ്സിലോൺ ആയിരിക്കും. എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ കിട്ടുന്ന സ്ട്രിങ് ABC ആയിരിക്കും. 2 ആണെങ്കിൽ AA, BB, CC. അതുപോലെ 3 ആണെങ്കിൽ AAA, BBB, CCC. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ്
പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ ഇസഡ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ വി ക്യാൻ ടേക്ക് ഇസഡ് ആസ് എ എ എ ബി 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 സി 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 ഇങ്ങനെ ഒരു സ്ട്രിങ്ങിനെ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഈ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിനെ എനിക്ക് 5 ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ 5 സബ്സ്ട്രിങ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. യു വി ഡബ്ല്യു എക്സ് വൈ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് വിയും എക്സും ചേരുമ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അതുപോലെ വി ഡബ്ല്യു എക്സ് ചേരുന്ന സമയത്ത് ലെസ് ദാൻ ഈക്വൽ ടു എൻ ആയിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. സോ നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യത്തെ 2 എയിനെ യു ആയിട്ട് എടുത്തു, എയും ബിയും കൂടെ ചേർത്തിട്ട് വി എടുത്തു, ഇത് ഡബ്ല്യു എടുത്തു, ബി ബി എന്ന് പറയുന്നത് ഡബ്ല്യു ആയിട്ട് എടുത്തു, 2 സി സി എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്തു, അടുത്ത് അവസാനത്തെ സി എന്ന് പറയുന്നത് വൈ ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇതിലേക്ക് പവർ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതായത് യു വി റൈസ് ടു ഐ ഡബ്ല്യു എക്സ് റൈസ് ടു ഐ വൈ ആണ് വരേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഐയുടെ വാല്യൂ 0 ആയിട്ട് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആകുന്ന സമയത്ത് യു ഓൾറെഡി അവിടെ ഉള്ളത് നമുക്ക് എ ആണ് യു ആയിട്ട് വന്നേക്കുന്നത്, ബി നമുക്ക് ഇല്ല. ഓക്കെ, ബി നമ്മൾ 0 കൊടുക്കുമ്പോൾ അത് എ ബി ഇല്ലാതെ വരുന്നു. ദെൻ ബി ബി ആണ് ഡബ്ല്യു എന്ന് പറയുന്നത്, ബി ബി നമ്മൾ അവിടെ എടുത്തു. അടുത്തത് എക്സ് ഇല്ലാതെ വരുന്നു. അപ്പോൾ എക്സ് ഇല്ലാത്തപ്പോഴത്തേനും 2 സി സി പോയി, പിന്നെ വൈ ഉണ്ട്, വൈ എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ ഈ കിട്ടിയ എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രിങ് നമുക്ക് കിട്ടിയ ഈ ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് 2 എ 2 ബി പക്ഷേ ഒരു സിയേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും കൗണ്ട് സെയിം ആയിട്ടാണ് വരേണ്ടത്, പക്ഷേ നമുക്ക് കിട്ടിയത് സിയുടെ കൗണ്ട് ഒന്ന് കുറവാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ദിസ് സ്ട്രിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എൽ. ഓക്കെ, അപ്പോൾ ഇനി ഐയുടെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് ഈ പെർട്ടിക്കുലർ സ്ട്രിങ് തന്നെ കിട്ടും. അതെന്ന് പറയുന്നത് എല്ലിൻ്റെ എലമെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വേറൊരു കേസും കൂടി നോക്കാം. ഐയുടെ വാല്യൂ നമുക്ക് 1 ആക്കി നോക്കാം, 1 എടുത്തിട്ട് കാര്യമില്ല, അപ്പോൾ 2 ആക്കി നോക്കാം. ഐയുടെ വാല്യൂ 2 ആക്കുന്ന സമയത്ത് യു അതുപോലെ തന്നെ എ എ, അടുത്ത വി എന്ന് പറയുന്നത് എ ബി ആണ്. അപ്പോൾ ഈ എ ബി 2 തവണ വരണം. അപ്പോൾ എ ബി ദെൻ ഡബ്ല്യു എന്ന് പറയുന്നത് ബി ബി ആണ്, എക്സ് എന്ന് പറയുന്നത് സി സി 2 തവണ വരണം, വൈ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇങ്ങനെ ഐയുടെ പവർ 2 അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇഷ്യൂ, 4 എ ഉണ്ട്, 4 ബി ഉണ്ട്, 5 സി ഉണ്ട്. അപ്പം സിയുടെ എണ്ണം കൂടുതലാണ് ഒന്നാമത്. രണ്ടാമത്തെ കാര്യം എന്താണ്, നമ്പർ ഓഫ് എയ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം ബീസ് എല്ലാം വരേണ്ടതായിട്ട്. പക്ഷേ ഇവിടെ എന്താണ് ഇടയ്ക്ക് വന്നേക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് സ്ട്രിങ് ഈസ് ഓൾസോ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 കേസിലും നമ്മൾ പവർ അപ്ലൈ ചെയ്ത സമയത്ത്, റെപ്പിറ്റീഷൻ അപ്ലൈ ചെയ്ത സമയത്ത് ഇതിൻ്റെ കിട്ടിയ സ്ട്രിങ് എന്ന് പറയുന്നത് നമുക്ക് ലാംഗ്വേജിൽ ഇല്ലാത്ത സ്ട്രിങ് ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പമ്പിംഗ് ലെമ്മ പറയുന്നത് എന്താണ്, അങ്ങനെ പമ്പ് ചെയ്താൽ സബ്സ്ട്രിങ്സിനെ നമ്മൾ പമ്പ് ചെയ്താലും കിട്ടുന്ന സ്ട്രിങ് ആ എല്ലിൻ്റെ എലമെൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലിൻ്റെ എലമെൻ്റ് അല്ലാത്തത് കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് ലാംഗ്വേജ് ഈസ് നോട്ട് CFL. ഓക്കെ, സോ ഹെൻസ് ദ ലാംഗ്വേജ് ഈസ് നോട്ട് CFL. ഇങ്ങനെയാണ് നമ്മൾ പമ്പിംഗ് ലെമ്മ യൂസ് ചെയ്ത് ഒരു ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഇതിന് മുമ്പ് റെഗുലർ ലാംഗ്വേജ് പഠിച്ചു. റെഗുലർ ലാംഗ്വേജിൽ നമ്മൾ 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇവിടെ അതിന് പകരം 5 പാർട്സാണ്. 5 പാർട്സ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ കണ്ടീഷൻസ് പ്രത്യേകം ഓർത്തിരിക്കുക. വിയും എക്സും കൂടി ചേരുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ലെങ്ത് ഉണ്ടായിരിക്കണം. വി ഡബ്ല്യു എക്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു എൻ ആയിരിക്കണം. എന്നിട്ട് വേണം വിയിലും എക്സിലും പവർ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, പമ്പിങ് അപ്ലൈ ചെയ്യേണ്ടത് വിയിലും എക്സിലുമാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സ്ട്രിങ്ങും നമുക്ക് എല്ലിലുള്ളത് തന്നെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, കോണ്ടെക്സ്റ്റ് ഫ്രീ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ 2-3 കേസുകൾ നമ്മൾ ഇതുപോലെ നോക്കണം. ഐയുടെ വാല്യൂ 2-3 കേസുകൾ ഇട്ട് നോക്കിയിട്ട് ഏതെങ്കിലും ഒന്നിൽ
കാര്യമില്ല. നമുക്ക് എല്ലാ കേസസിലും അതിനകത്തുള്ള എലമെൻറ്റ് തന്നെയാണ് വരുന്നതെങ്കിൽ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ, അതൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പമ്പിങ് ലെമ്മ പറയുന്നത്. അപ്പം മെയിനായിട്ടും നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക, അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു ലാംഗ്വേജ് തന്നിട്ടുണ്ടെങ്കിൽ ആ ലാംഗ്വേജിൻ്റെ അകത്ത് വരുന്ന സ്ട്രിങ്സിനെ കൺസിഡർ ചെയ്യുക. സ്ട്രിങ്സ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്യുക. ദെൻ അതിനകത്തുനിന്ന് ഒരു സ്ട്രിങ്ങിനെ നിങ്ങൾ ചൂസ് ചെയ്യുക. തീരെ കുറഞ്ഞ കുഞ്ഞ് സ്ട്രിങ് ആണെങ്കിൽ നമുക്ക് 5ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി വലിയൊരു സ്ട്രിങ് ആയിട്ട് എടുക്കുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 3A 3B 3C എന്ന സ്ട്രിങ് എടുത്തത്. മറ്റേത് വരുമ്പോഴത്തേനും 5 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഒരു സഫീഷ്യൻറ്റ് ലെങ്തിലുള്ള ഒരു സ്ട്രിങ്ങിനെ ചൂസ് ചെയ്തിട്ട് അതിനകത്ത് ഈ പമ്പിങ് അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ.